Plus 1 students, നിങ്ങളുടെ പബ്ലിക് എക്സാം ഇംഗ്ലീഷിന് എങ്ങനെയാണ് ഫുൾ മാർക്ക് മേടിക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. എല്ലാവരും കണ്ടിരിക്കണം. ഇപ്പൊ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ്. +1 മോഡൽ എക്സാം ഇംഗ്ലീഷ് എഴുതിയപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഒപ്പീനിയൻ? നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ്? എനിക്കിത് അറിയണം. വെറുതെ കമൻസിൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതിനനുസരിച്ച് നിങ്ങളുടെ എക്സാമിൻ്റെ തലേ ദിവസത്തെ ലൈഫ് അത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. ചിലവർക്ക് ടൈം മാനേജ്മെൻറ്റ് എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചിലവർ പറഞ്ഞു സാർ റീഡിങ് എങ്ങനെ ചെയ്യാൻ അറിയില്ല, ചിലവർ പറഞ്ഞു സാർ ചാപ്റ്റർ എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചിലവർ പറഞ്ഞു എഡിറ്റിങ്ങും ഗ്രാമറും ഒക്കെ ആയിരുന്നു ചെയ്യുക, അല്ലെങ്കിൽ ഫോർമാറ്റൊക്കെ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അവസാന ദിവസം ഫൈനൽ മാരത്തോൺ ഉണ്ടാവുക. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ +1 ഇംഗ്ലീഷ് എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കണം എന്നതിൻ്റെ പ്ലാനും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരും. വീഡിയോയിൽ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് എങ്ങനെ പഠിക്കാമെന്നും ക്ലാസ് എവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞുതരാം. ലൈവ് ഒക്കെ ഉണ്ടാവും. ഫുൾ ഡീറ്റെയിൽസ് പറയാം. പിന്നെ മക്കളെ +2 ബാച്ചിൻ്റെ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും അഡ്മിഷൻസ് ഓൾറെഡി ഓപ്പൺ ആണ്. കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം, കോൾ ചെയ്യാം. നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു ബുക്കും ഫ്രീ ആയിട്ട് കിട്ടും. സയൻസുകാർക്കും എന്താണ് ക്വസ്റ്റ്യൻ ബാങ്കിന് ഓഫർ ഉണ്ട്. ആൻഡ് +2 ബുക്സ് നേരത്തെ കിട്ടും. ആൻഡ് റിവിഷൻ ബാച്ചിനും ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യം, +1 മോഡൽ എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും അറിയാം, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ പോകരുത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് എന്നൊരു ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിക്കണം, ഓരോ സെൻറ്റൻസ് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യണം. വേണ്ട, നിങ്ങൾ എല്ലാ ചാപ്റ്ററും ഒരു പ്രാവശ്യം വായിക്കണം. മക്കളെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ലൈഫിൽ അവസാനത്തെ പ്രാവശ്യമായിരിക്കും നിങ്ങൾ ഈ ബുക്ക് വായിക്കാൻ പോകുന്നത്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇംഗ്ലീഷ് എക്സാം എഴുതാനുള്ളൂ. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക ഒരു പ്രാവശ്യം. പോയംസ് ഒക്കെ ലൈവിൽ ഞാനും അലക്സാറും ഹരിജാമിസും വന്നിട്ട് ലൈൻ ബൈ ലൈൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചാപ്റ്റേഴ്സ്, ദ പ്രൈസ് ഓഫ് ഫ്ലവർ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഞങ്ങൾ വന്നിട്ട് ലൈവിൽ ലൈൻ ബൈ ലൈൻ വായിച്ചാൽ 10-20 മണിക്കൂർ എടുക്കും അല്ലേ? കാരണം എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ എടുക്കണം. ആൻഡ് സ്ലോ ആവും. നിങ്ങൾക്ക് ഒട്ടും യൂസ് ഉണ്ടാവില്ല ലൈവ് കൊണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് രാവിലെ സമയമുണ്ട്, നിങ്ങളൊരു 3 മണിക്കൂർ ഒരു ചാപ്റ്റർ 10-20 മിനിറ്റ് എടുക്കുള്ളൂ. നിങ്ങൾ ഇരുന്നിട്ടോ ഉറങ്ങിക്കൊണ്ടോ നിങ്ങൾ ഇരുന്ന് വായിക്കാൻ നിൽക്കരുത്. നിങ്ങൾ എണീറ്റ് നടന്നുകൊണ്ടോ എല്ലാം വായിക്കുക. ഉറക്കം വരും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യണം. ഒരു പ്രാവശ്യം റീഡ് ചെയ്യണം മിനിമം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇയാളുടെ ഡയലോഗ്, ഈ ഡയലോഗാണ് എക്സാമിന് ചോദിച്ചത്. കാരണം ഈ പ്രാവശ്യത്തെ എക്സാമിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ഡയലോഗ് വന്നു, എനിക്ക് വരെ ഡൗട്ട് ഉണ്ടേ. ഞാൻ എടുത്ത ചാപ്റ്ററിനെ പറ്റിയിട്ട് ഞാൻ വായിച്ചതാണ്. ഞാൻ നോക്കുമ്പോൾ ഇതിപ്പോൾ എൻ്റെ ചാപ്റ്റർ ആണോ, എക്സാർ പഠിപ്പിച്ച ചാപ്റ്റർ ആണോ? എന്താണ് ഐ ആം വെരി സാഡ് ടുഡേ, കമൻറ്റ് ഓൺ ദീസ് ലൈൻസ് എന്ന് പറയുന്നു. ഏത് ചാപ്റ്റർ ആണെന്ന് പോലും കൊടുത്തിട്ടില്ല. അത് ശരിക്കും കൊടുക്കാൻ അങ്ങനെ പാടില്ല. ഏത് ചാപ്റ്റർ ആണ് അത് ബേസ് ചെയ്തിട്ട് പറയണം ശരിക്കും. പക്ഷെ അത് തന്നില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങരുത്, മാർക്ക് കളയരുത്. ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വായിച്ചിരിക്കണം ഒരു പ്രാവശ്യം. അത് മതി. അത്രയൊക്കെ മനസ്സിലായാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാ നോട്ട്സ്, നിങ്ങൾക്ക് എല്ലാ ഫോർമാറ്റും, ക്വസ്റ്റ്യൻ ആൻസറും നോട്ട്സും ചാപ്റ്റേഴ്സും എല്ലാ സംഭവം, പോയിന്റ്സും ലൈൻ ബൈ ലൈൻ അടിപൊളി നോട്ട്സ് ഒക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നോട്ട്സിൽ കിട്ടും. അപ്പോൾ ഈ നേരത്തെ ജോയിൻ ചെയ്തവർക്കൊക്കെ അറിയാം, എന്താ നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് നോട്ട്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ചാപ്റ്റർ എല്ലാം പഠിക്കണം സാറേ, അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ? എല്ലാം ചാപ്റ്ററും പഠിക്കണം. എല്ലാം പോയംസും പഠിക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിന് നടന്ന സംഭവങ്ങൾ പറഞ്ഞുതരാം. മക്കളെ, നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങളുടെ ടോട്ടൽ മാർക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസർ നേരെ ഇങ്ങനെ വന്നതും. ഫസ്റ്റ് തന്നെ ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്സ് അല്ല, കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓപ്ഷണൽ മാർക്സ് മാത്രം കൂട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര, എനിക്ക് ഒന്ന് 80 മാർക്കിൻ്റെ എക്സാമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് 100 മാർക്കോ 110 മാർക്കോ എന്തോ എക്സാം വരുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ വന്ന ഡിസ്കോഴ്സസ് അഥവാ റൈറ്റിംഗ്. ഡിസ്കോഴ്സസ് മാത്രമാണോ സാർ? അപ്പോൾ ഞാൻ ഡിസ്കോഴ്സ് മാത്രം പഠിച്ചു പോയി എനിക്ക് 80 മാർക്ക് കിട്ടും? ഇല്ല. 80 മാർക്ക് വെയിറ്റേജ് ഇവിടെ നിന്നാണ് വന്നത്. പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റിയ ഏകദേശം ഒരു 60 മാർക്കിനെ വരുള്ളൂ. 60 മാർക്കിൽ 54 എന്തോ വരുള്ളൂ. ഓക്കെ, ടോട്ടൽ മാർക്സ് ആണ് ഞാൻ പറയുന്നത്, സൂക്ഷിക്കുക. ഓക്കെ, കാരണം നോക്കിയാൽ ഇവിടുന്ന് 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ ഞാൻ 6 മാർക്ക്, ഇവിടെ 30 മാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ് 16 മാർക്സ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് വരുന്നത്. സംഭവം ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. നിങ്ങൾ +1 കുട്ടികളാണ്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഫസ്റ്റ് തന്നെ ലൈൻസ് ഫ്രം ചാപ്റ്റേഴ്സ്. ആദ്യത്തെ 8 ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നേരെ അങ്ങ് ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ ഫ്രം ചാപ്റ്റർ. ഓക്കെ, നോക്കിയാൽ ലൈൻസ് ഫ്രം ചാപ്റ്റർ ആൻഡ് പോയംസ്. ഒരു ലൈൻ തരും, ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ചാപ്റ്റർ വായിക്കണം, പോയംസും വായിക്കണം. അപ്പോൾ ഡയറക്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ലൈൻ തരും, ചോദ്യം വരുന്നു. ഓക്കെ, ചാപ്റ്റർ അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. ഗ്രാമർ നോക്കിയേ, ഗ്രാമർ ക്വസ്റ്റ്യൻ 12 മാത്രം. ക്വസ്റ്റ്യൻ 12 ഒരു ഗ്രാമർ. ഓക്കെ, 1 to 8. അപ്പോൾ 9 to 12 ശ്രദ്ധിച്ചേ, 9 to 12 ക്വസ്റ്റ്യൻ ഫ്രം ചാപ്റ്റേഴ്സ് തന്നെയാണ്. പക്ഷെ 12ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഗ്രാമർ ആയിരുന്നു. ഓക്കെ, അവിടെ 2 മാർക്കിൻ്റെ ഗ്രാമർ, സബ്ജക്ട് വേർബും കണ്ടീഷണലും കൂടി ചോദിച്ചു. അത് ചിലപ്പോൾ ഇവിടെ ചോദിക്കും, ചിലപ്പോൾ അവസാനം ചോദിക്കും, അവർക്ക് ഇഷ്ടമുള്ളത് ചോദിക്കും. പൊതുവേ കുറച്ച് മാർക്കിനെ വരുള്ളൂ. ആൻഡ് ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് 13ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഒരിക്കലും എക്സാമിന് ചോദിക്കാത്ത ഒരു സംഭവമാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അതും നമ്മൾ പഠിക്കുന്നതായിരിക്കും ഈ പ്രാവശ്യം എക്സ്ട്രാ കെയർഫുൾ ആയിട്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ സംഭവം നമ്മൾ ഈ പ്രാവശ്യം പഠിക്കും.
ഗ്യാരണ്ടീഡ്, ഞങ്ങൾ പഠിപ്പിച്ചത്. അത് 4 മാർക്കിന് ടോട്ടൽ ആവും. ഓക്കെ, ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ പോയം കോംപ്രിഹെൻഷൻ. ഒരു പോയം തരും, നമ്മൾ അറിയുന്ന ഒരു പോയമാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഡെഡ് ലെവലറാന്ന് തോന്നുന്നു. 2 പോയം ലൈൻസ് തന്നിട്ട് അതിൻ്റെ മീനിങ് പറയാൻ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്ന മീനിങ് ഞാൻ സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ട്, കോംപ്രിഹെൻഷനിൽ പറഞ്ഞിട്ടുണ്ട്, അപ്രീസിയേഷനിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ 15 to 18 പറയുന്നത് 15 to 18 19 ഒക്കെ ശരിക്കും പറഞ്ഞാൽ റൈറ്റിങ്ങിൽ വരുന്നത് 20, 25 ഒക്കെ മാർക്കിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, 4 മാർക്കിന് ഇമെയിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഡൂസ് ആൻഡ് ഡോൺസ്. അതൊരു പുതിയ സംഭവം ഒന്നുമില്ല. നമ്മൾ ഡിബേറ്റ് എഴുതുമല്ലോ. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഇഷ്ടമാണ്, അത് എന്താണ് ഇങ്ങനെയാണ്, നല്ലതാണ്, ടെക്നോളജിയാണ്, അപ്പോൾ പൈസ കുറേ അങ്ങനെയൊക്കെ പറയുന്നത്. ഡൂസ് ആൻഡ് ഡോൺസ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ സ്കൂൾ ട്രിപ്പിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങി ഓടി പോവോ? ഇല്ല, അത് ഡോണ്ടിൽ വരും. നിങ്ങൾ സ്കൂൾ ട്രിപ്പിൽ പോവുകയാണെങ്കിൽ നല്ല കുട്ടിയായിരിക്കുമോ? അതിൽ ഡൂല് വരും. അങ്ങനെയൊക്കെ എഴുതിയാൽ മതി. അത് പഠിപ്പിച്ചു തരും എങ്ങനെ ചെയ്യേണ്ടത്. കമൻറ്റ് ഓൺ ദ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നു. എന്ത് കമൻറ്റ് ഓൺ ദ ചാപ്റ്റർ? അത് ശരിക്കും പറഞ്ഞാൽ റൈറ്റിംഗിൽ വരില്ല, സെക്ഷനിൽ വന്നതോളൂ. കമൻറ്റ് ഓൺ ദ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ ഗുപ്ത. ഓക്കെ, മിസ്റ്റർ ഗുപ്തനെ പറ്റി എല്ലാവർക്കും അറിയാം, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ. അപ്പോൾ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ മിസ്റ്റർ ഗുപ്ത അവസാനം പൈസ മേടിച്ചിട്ടില്ല. കമൻറ്റ് ഓൺ ദിസ്, അല്ലേ, കമൻറ്റ് ഓൺ ദിസ്, ഒരു പാരഗ്രാഫ് എന്നിട്ട് കമൻറ്റ് ഓൺ ദിസ്. അപ്പോൾ നിങ്ങൾ എന്താ കമൻറ്റ് അടിക്കുക? അയാൾ എന്താ പൈസക്കാരനാൻ വേണ്ടിയിട്ട് അല്ല. നിങ്ങൾ പറയേണ്ടത് ഇറ്റ് ഇസ് എ ടച്ചിങ് സ്റ്റോറി ആൻഡ് ദിസ് ലൈൻസ്. ഇത് എടുത്തിരിക്കുന്നത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ്. പ്രഭാത് കുമാർ മുഖോപാധ്യായാണ് എഴുതിയിരിക്കുന്നത്. അതിലെ നെറേറ്ററാണ്. പൈസ എടുക്കാത്ത കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഹി ഡിഡ് നോട്ട് ടേക്ക് ദ മണി ബിക്കോസ് ഹി ഡിഡ് വോണ്ട് ടു ഡിപ്രൈവ് മാഗി ഓഫ് ദ ഫീലിംഗ് ഓഫ് എന്താണ്, ഒരു പൈസ തന്നില്ല എന്നുള്ള ഫീലിംഗ് ഡിപ്രൈവ് ചെയ്യേണ്ടെന്നുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ഞാൻ ചാപ്റ്ററിന് പഠിപ്പിച്ചു തരും. ഈ പ്രാവശ്യം ചാപ്റ്റർ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും പഠിപ്പിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചാപ്റ്റർ ബേസ്, നേരെ ചാപ്റ്റർ. അപ്പോൾ ചാപ്റ്റർ ബേസ് എന്നുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, ഇവിടെ തിരിച്ച് ഇൻ്റർവ്യൂവും ഇമെയിലും ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ചാപ്റ്റർ ബേസ്ഡ് ആവാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻ ചാപ്റ്റർ ബേസ്ഡേ അല്ല. ഫോർ എക്സാമ്പിൾ പ്രസി ചാപ്റ്റർ ബേസ്ഡ് ആയിരുന്നില്ല, അത് നമ്മൾ പഠിക്കും. ചാപ്റ്റർ ബേസ്ഡേ അല്ല. അപ്പോൾ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഫോർമാറ്റ് പഠിച്ചാൽ മതി. പ്രൊഫൈൽ നിങ്ങൾ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമില്ല, ആർട്ടിക്കിൾ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമില്ല, ക്രിട്ടിക്കൽ ഇതൊക്കെ. അപ്പോൾ ഇതും അല്ലാണ്ട് ബാക്കി റൈറ്റിങ്ങിൽ എന്ത് വന്നിട്ടുണ്ടോ റൗണ്ട് ഇട്ടതൊക്കെ എല്ലാം ചാപ്റ്റർ ബേസ്ഡാണ്. ഓക്കെ, ഫോർമാറ്റ് റൈറ്റപ്പ്, കോൺവെർസേഷൻ, ന്യൂസ് റിപ്പോർട്ട്, ഇതൊക്കെ. കോൺവെർസേഷൻ്റെ പ്രത്യേകത ചാപ്റ്ററിൽ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ പറയും. നിങ്ങളും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും അല്ല, ചാപ്റ്ററിലെ ഒരാളും പ്രഭാത് കുമാർ എന്താണ് നരേറ്ററും പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ അതേപോലെ തന്നെ നമ്മുടെ ഇതാവാം, അല്ലെങ്കിൽ ഹിസ് ഫസ്റ്റ് ഫ്രൈഡിലെ അമ്മയും മോനും തമ്മിലുള്ള കോൺവെർസേഷൻ ആവാം. പക്ഷികൾ സംസാരിക്കില്ല എന്നറിയാം എന്നാലും. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ ചാപ്റ്റർ ബേസ്ഡ് ആയ ഡിസ്കോഴ്സസ് എന്നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മാർക്ക് വരുന്നത് റൈറ്റിംഗ് സെഷൻ. ഓക്കെ, ആൻഡ് ഡയറക്റ്റ് ചാപ്റ്ററിന് കുറച്ച് വരുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും എഴുതാൻ പറ്റൂല. ഗ്രാമറിന് പ്യോർലി വരിക 6 മാർക്കാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് ഗ്രാമറൊക്കെ പഠിച്ചിരിക്കണം. ഇൻ കേസ് സർപ്രൈസിംഗ്ലി ഈ മോഡലിന് കുറച്ചൊന്ന് മാറ്റിയിട്ടാണ് എക്സാം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം മോഡൽ എക്സാം ടഫ് ആയിരുന്നു, അത് കുറച്ച് ടൈം കുറവായിരുന്നു, അതൊക്കെ ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സാമിനർ ഫുൾ ക്ലാസ്സസ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ വരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഇന്നലെ രാത്രി നമ്മൾ എല്ലാ പോയിന്റ്സിന്റെ ഡിസ്കഷൻ 3 മണിക്കൂർ തീർത്തു. ലൈൻ ബൈ ലൈൻ എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ കാര്യം മറക്കരുത്. 3 മണിക്കൂറിൽ ഇന്ന് രാത്രി ഓൾ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഏകദേശം 4 മണിക്കൂർ മാക്സിമം എല്ലാ ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻ ആൻസറും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഫുൾ സംഭവം പഠിക്കും ഈ ഇതിൽ. ഓക്കെ, ഇനി അടുത്ത ദിവസത്തെ ലൈവ്. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് ഗ്രാമർ ആൻഡ് ഡിസ്കഷൻ ഉണ്ട്. ആ കാര്യം മറക്കരുത്. ഗ്രാമർ ആൻഡ് ഡിസ്കഷൻ ഉണ്ട്. ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസ് റൈറ്റിംഗ് മൊത്തം പഠിക്കുന്നുണ്ട്. അത് പോരാതെ നമുക്കൊരു ലൈവ് ഉണ്ട്. ഈ ലൈവിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കമൻറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ലൈവ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ സോൾവ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അതിൽ ടൈം മാനേജ്മെൻറ്റോ, അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ പ്രത്യേക കാര്യമോ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അപ്രീസിയേഷനോ എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവാണ് പ്യോർലി. ഇതൊക്കെ സ്ട്രക്ചറലി നിങ്ങൾക്കാണ്, പക്ഷെ നമുക്കറിയാം ഇത് ഈ സെക്ഷൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സോൾവ് ചെയ്യാനും എല്ലാ മാക്സിമം മാർക്സ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് വിളിച്ചുകൊണ്ട് വരിക. +1 പബ്ലിക് എക്സാമിന് എന്ത് പഠിക്കണം എന്നുള്ള ഫുൾ കാര്യം ഞാൻ പഠിപ്പിച്ചു തന്നു. അപ്പോൾ എല്ലാവരും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവിൽ കാണുമെന്ന് വിചാരിക്കുന്നു. ചാപ്റ്റേഴ്സ് പഠിക്കാം, പോയംസ് പഠിക്കാം. നാളെ നമുക്ക് ഗ്രാമറും ഡിസ്കോഴ്സും തീർക്കാം. സോ ഓൾ ദി ബെസ്റ്റ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ടോപ്പിക്. ടാറ്റ, സി യു ടുനൈറ്റ് at 7 PM.